മലയാളത്തിൽ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഷോയാണ് ബിഗ് ബോസ്. ഇപ്പോൾ ഇത് 6ാമത്തെ സീസണാണ്. ബിഗ് ബോസ് സീസൺ 6 ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ബിഗ് ബോസ് സീസൺ 6ലെ ഓരോ കോണ്ടസ്റ്റന്റിന്റെയും സാലറി എത്രയാണെന്ന് നോക്കാം. ഇവർക്ക് പെർ വീക്കിലാണ് ബിഗ് ബോസ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. ഇതൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും ഇതിലെ ഓരോ കോണ്ടസ്റ്റന്റ്സിനും സാലറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് കയറിയിട്ട് ബിഗ് ബോസിൽ കോണ്ടസ്റ്റന്റ് ആവാൻ പറ്റില്ല. അതിന് ചില ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അതായത് ഏജ് 18 മുതൽ 35 അങ്ങനെ ഏജ്, അതുപോലെ കുറച്ച് സെലിബ്രിറ്റി ആയിരിക്കണം, അതുപോലെ സിനിമയിലോ സീരിയലിലോ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഒരു ചെറിയ രീതിയിൽ ഫെയിം ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ ബിഗ് ബോസിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇതിൽ ഓരോ കോണ്ടസ്റ്റന്റിന്റെയും സാലറി എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഈ ലിസ്റ്റിൽ ആദ്യം വരുന്നത് ദൃശ്യം ഫെയിം ആയിട്ടുള്ള അൻസിബയാണ്. അൻസിബയ്ക്ക് ഒരു ആഴ്ചയിൽ 45,000 രൂപയാണ് സാലറി വരുന്നത്. ഇതിൽ അടുത്തത് വരുന്നത് യമുന റാണിയാണ്. സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള യമുന റാണി. യമുന റാണിക്കാണ് സീസൺ 6 ഏറ്റവും കൂടുതൽ വേജ് വാങ്ങുന്നത്. 55,000 രൂപയാണ് യമുന റാണി സീസൺ 6ലെ സാലറി. ഈ ലിസ്റ്റിൽ അടുത്തത് വരുന്നത് ഉപ്പുമുളകും ഫെയിം ആയിട്ടുള്ള മുടിയനാണ്. മുടിയന്റെ ബിഗ് ബോസിലെ ഒരു ആഴ്ചയിലെ സാലറി എന്ന് പറയുന്നത് 35,000 രൂപയാണ്. ലിസ്റ്റിൽ അടുത്തത് വരുന്നത് ഷിജോയാണ്. ഷിജോക്ക് ബിഗ് ബോസ് സാലറി ആയിട്ട് കൊടുക്കുന്നത് പെർ വീക്കിൽ 35,000 രൂപയാണ്. അടുത്തത് യൂട്യൂബർ ആയിട്ടുള്ള ജാസ്മിനാണ്. ജാസ്മിന് 30,000 രൂപയാണ് ബിഗ് ബോസ് സീസൺ 6ലെ സാലറി. സീസൺ 6ൽ ഏറ്റവും കുറവ് സാലറി ഉള്ള ഒരാളാണ് ജാസ്മിന്. ഇതിൽ അടുത്തത് വരുന്നത് ശ്രീതു കൃഷ്ണ, സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ശ്രീതു കൃഷ്ണ. ഇവർക്ക് 45,000 രൂപയാണ് പെർ വീക്ക് ബിഗ് ബോസ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. അടുത്തത് വരുന്നത് ജാൻമണിയാണ്. ജാൻമണിക്ക് 30,000 രൂപയാണ് ബിഗ് ബോസ് ഓരോ ആഴ്ചയും സാലറി ആയിട്ട് കൊടുക്കുന്നത്. ജാസ്മിന്റെ കൂടെ ജാൻമണിയും ഏറ്റവും കുറവ് വേജ് വാങ്ങുന്ന ഒരാളാണ് ബിഗ് ബോസിൽ. അടുത്തത് വരുന്നത് രതീഷാണ്. രതീഷിന് 35,000 രൂപയാണ് ബിഗ് ബോസ് സാലറി കൊടുക്കുന്നത്. അടുത്തത് റോക്കിയാണ്. റോക്കിക്കും 35,000 രൂപ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 6ലെ സാലറി. ലിസ്റ്റിൽ അടുത്തത് വരുന്നത് അപ്സരയാണ്. അപ്സരക്ക് 45,000 രൂപയാണ് ബിഗ് ബോസ് സീസൺ 6ലെ ഒരു ആഴ്ചയിലെ ശമ്പളം. അടുത്തത് വരുന്നത് ഗബ്രിയാണ്. ഗബ്രിക്ക് 35,000 രൂപയാണ് ബിഗ് ബോസ് സീസൺ 6ൽ പെർ വീക്ക് സാലറി. ഇനി അടുത്തത് വരുന്നത് ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി ആയിട്ടുള്ള നൂറാം ഖാനാണ്. നൂറാം ഖാനും അർജുനും ഏകദേശം ഒരു സാലറി തന്നെയാണ്, 30,000 രൂപ. അതായത് ബിഗ് ബോസ് സീസൺ 6ൽ ഏറ്റവും കുറവ് സാലറി ഉള്ളത് ജാസ്മിന്, അതുപോലെ ജാൻമണി, നൂറാം ഖാന്, അതുപോലെ അർജുൻ. ഇവർക്ക് 4 പേർക്കുമാണ് ഏറ്റവും കുറവ് സാലറി മേടിക്കുന്നത്. ഏറ്റവും അവസാനം വരുന്നത് സുരേഷാണ്. സുരേഷിന് 45,000 രൂപയാണ് ബിഗ് ബോസ് സീസൺ 6ലെ സാലറി. നമുക്കിനി മോഹൻലാലിന്റെ സാലറി എത്ര നോക്കാം. കംപ്ലീറ്റ് ആക്ടർ ആയിട്ടുള്ള മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ സാലറി എന്ന് പറയുന്നത് 10 കോടി രൂപയാണ് സീസൺ 6 മുഴുവൻ ഹോസ്റ്റ് ചെയ്യാൻ മോഹൻലാലിന് വേജ് ആയിട്ട് വരുന്നത്. ഏകദേശം 100 എപ്പിസോഡൊക്കെ ഉണ്ട് ഇതിനപ്പം. ഒരു എപ്പിസോഡിന് ഇദ്ദേഹം മേടിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത്രയുമാണ് ബിഗ് ബോസ് സീസൺ 6ലെ കോണ്ടസ്റ്റന്റിന്റെയും അതുപോലെ മോഹൻലാലിന്റെയും ശമ്പളം വരുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയ, അതുപോലെ ന്യൂസുകൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.